നമസ്കാരം, ഞാൻ ശ്രീവേൽ മുരുകൻ വാമദേവൻ. എല്ലാവർക്കും അറിവ്.com-ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ അറിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സമകാലീന രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദം ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് SSC UPSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇന്ത്യൻ എക്കോണമി വിഭാഗത്തിൽ ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് പഠിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ഇൻഫർമേഷൻസ്, അതുപോലെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഈ ED, എന്താണ് അവരുടെ കർത്തവ്യങ്ങൾ, അവർക്ക് എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം തുടങ്ങിയ അറിവുകൾ തരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ അറിവിനെ എത്തിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ കൂടുതൽ പേരിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ സഹായിക്കുവാൻ കഴിയും. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നമുക്ക് ഈ അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതാണ്. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, ഇതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? അവരുടെ ജോലികൾ എന്തൊക്കെയാണ് അവരുടെ പണികൾ? ഓക്കെ, ആദ്യം നമുക്ക് എന്നാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ വന്നത് എന്നതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. 1956 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ഇവർ എന്തിനൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് രണ്ട് പ്രധാന നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, 1999 നിലവിൽ വന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അഥവാ ഫെമ എന്നറിയപ്പെടുന്ന ഒരു നിയമം. അതുകൂടാതെ 2002 നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, PMLA, നമ്മുടെ MLA അല്ല, PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, 2002 നിലവിൽ വന്ന ഒരു നിയമം. ഈ രണ്ട് നിയമങ്ങളാണ് പ്രധാനമായും നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടി വിശദമായി നമുക്ക് പരിശോധിക്കാം. ED ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിലുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിലാണ് ED വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ EDക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി 10 സോണൽ ഓഫീസുകളുണ്ട്. കേരളത്തിൽ കൊച്ചിയാണ് അതിന്റെ ആസ്ഥാനം. 1973 നമ്മുടെ ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിരുന്നു, ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ഓർ റെഗുലേഷൻ ആക്ട്. അതാണ് ഫെറ. 1999 വാജ്പേയി ഗവൺമെന്റ് ആണ് ഈ ഫെറ മാറ്റി ഫെമ ആക്കിയത്. ഓക്കെ, സോ അത്രയുമാണ് ഈ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഈ ഫെറ, എന്താണ് ഈ ഫെമ, അതിന്റെ കുറച്ച് വ്യത്യാസങ്ങളൊന്ന് പരിഗണിക്കാം.
1973 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അഥവാ ഫെറ. 1999 നേരത്തെ പറഞ്ഞ മാതിരി 29th ഡിസംബർ 1999 29 ഡിസംബറിന് ഫെമ മാറി അത് ഫെറ മാറി അത് ഫെമ ആയി. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ളത് മാറി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയി. ഇനി ഇത് എന്നാണ് നിലവിൽ വന്നത്? 1973 പാർലമെന്റ് ഒരു നിയമം പാസാക്കിയെങ്കിലും അത് നിയമത്തിൽ വന്നത് ഇൻ ഫോഴ്സ് ആയത് ഫെറ കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം ജാനുവരി 1 ആണ്. 1974 ജാനുവരി 1 അത് നിലവിൽ വന്നത്. 1999 ഡിസംബറിൽ ഫെമ പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും അത് നിയമമായത് 2000 ജൂണിലാണ്. ഓക്കെ. 1998 ആണ് നമ്മുടെ വാജ്പേയി സർക്കാർ ഫെറ റിപ്പീൽ ചെയ്ത് 99 ഫെമ ആക്കിയത്. ഫെമ ആക്കി ഓർഡിനൻസ് കൊണ്ടുവരികയും അത് നിയമമായത് 2000 ജൂണിലാണ്. ഇനി ഈ ഫെറയിൽ 81 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അവര് ഡീൽ ചെയ്യുന്ന കേസസിന്റെ സെപ്പറേറ്റ് ക്ലോസസ് അടങ്ങിയ 81 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഫെമയിൽ എത്തിയപ്പോഴത്തേക്ക് 49 സെക്ഷൻസ് ആയി ചുരുങ്ങി. ഫോറിൻ എക്സ്ചേഞ്ചിനെ ഒരു ദൗർലഭ്യം നേരിടുന്ന വസ്തുവായിട്ടാണ് ഫെറ കണ്ടിരുന്നതെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിനെ ഒരു അസറ്റ് ആയിട്ടാണ് ഫെമ കാണാൻ തുടങ്ങിയത്. ഓക്കെ. അതുപോലെ ഫെറ ഫോറിൻ പേയ്മെന്റ്സിനെ റെഗുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ, നിയന്ത്രിച്ചിരുന്നെങ്കിൽ, ഫോറിൻ പേയ്മെന്റ്സുമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഫെമ നിയന്ത്രിച്ചിരുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു ഇൻക്രീസിങ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഈ ഫെമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുപോലെ ഫോറിൻ പേയ്മെന്റ്സ് ആൻഡ് ഫോറിൻ ട്രേഡ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഫെമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് ഫെറ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫെമയുടെ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ആണ്. ഓക്കെ. അത് ഒരു വളരെ വലിയ ഒരു ഗെയിം ചേഞ്ചിങ് സാധനമായിരുന്നു. ഫെറ ഫോറിൻ എക്സ്ചേഞ്ച് കൺസർവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴും അതിനെ ഫോക്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമാക്കി വെച്ചിരുന്നപ്പോൾ ഫെമ അത് മാനേജ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ മാറ്റി. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിയമങ്ങളിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർന്ന് വരുന്നതാണ്. അതായത് ഓതറൈസ്ഡ് പേഴ്സൺ, ഈ റൂളിൽ ഓതറൈസ്ഡ് പേഴ്സൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓതറൈസ്ഡ് പേഴ്സൺ ഓൺ ദ വയലേഷൻ. വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ആളിനെ ചുറ്റിപ്പറ്റി ഉടലെടുക്കുന്ന ഒരു ഡെഫിനിഷനാണ്, ഒരു നിർവചനമാണ് ഓതറൈസ്ഡ് പേഴ്സൺ. ഓതറൈസ്ഡ് പേഴ്സൺ വളരെ നാരോ ആയിരുന്നു ഫെറയിൽ. അത് ഫെമയിൽ വന്നപ്പോൾ കുറച്ച് വൈഡൻ ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറെ അധികം വെള്ളം ചേർക്കപ്പെട്ടു. ബാങ്കിങ് യൂണിറ്റ്സ് ഓതറൈസ്ഡ് പേഴ്സണിൽ വന്നിട്ടില്ലായിരുന്നു. ബാങ്കിങ് യൂണിറ്റ്സ് ഡിഡ് നോട്ട് കം അണ്ടർ ഡെഫിനിഷൻ ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺ. പക്ഷേ അത് ഫെമയിൽ വന്നപ്പോൾ ബാങ്കിങ് പേഴ്സൺ, ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലോസ്, ഒരു ഡെഫിനിഷൻ അതിനകത്ത് ചേർക്കപ്പെട്ടു. പിന്നെ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഫെറ വയലേഷൻ ഫെറ റൂൾ വയലേഷൻ ഉണ്ടായാൽ ഫെറ ആയിരുന്ന സമയത്ത് ഇറ്റ് വാസ് എ ക്രിമിനൽ ഒഫൻസ്. അതൊരു ക്രിമിനൽ കുറ്റമായിരുന്നു. പക്ഷെ അത് ഫെമ ആയപ്പോൾ അതൊരു സിവിൽ ഒഫൻസായി മാറി. അതും ഒരു എന്താ പറയുന്നത്, കൈകടത്തലുകളെന്നോ അല്ലെങ്കിൽ വെള്ളം ചേർക്കലെന്നോ എന്നൊക്കെ നമുക്കതിനെ വേണമെങ്കിൽ പറയാം. ക്രിമിനൽ ഒഫൻസ് ആയിരുന്ന ഒരു സാധനത്തിനെ പെട്ടെന്ന് സിവിൽ ഒഫൻസ് ആക്കി. അടുത്തത് നോക്കൂ, പേഴ്സൺ അക്യൂസ്ഡ്, ഒരാൾ ഫെറയിൽ അക്യൂസ്ഡ് ആണെങ്കിൽ ഓഫ് ഫെറ വയലേഷൻ വാസ് നോട്ട് പ്രൊവൈഡഡ് ലീഗൽ ഹെൽപ്പ്. അവിടെ നിയമസഹായം ഒന്നും കൊടുത്തിരുന്നില്ല. ഫെമയിൽ വന്നപ്പോൾ നിയമസഹായം ആകാം.
ഇനി ട്രൈബ്യൂണൽ, നമുക്ക് അപ്പീൽ പോകാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഫെറയിലായിരുന്ന സമയത്ത് അപ്പീൽ പോകാൻ അവസരം ഉണ്ടായിരുന്നില്ല, നേരെ ഹൈക്കോർട്ടിലേക്ക് വിടുമായിരുന്നു. പക്ഷെ അത് ഫെമയിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഡയറക്ടർ വെച്ചു, അവിടെ അപ്പീൽ പോകാം സാധ്യതയുണ്ട്. അവിടെ കാര്യങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിനോ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഫെറ റൂൾസിൽ ഫെറ ആയിരുന്ന സമയത്ത് ഒരാൾ ഗിൽറ്റി ഓഫ് വയലേറ്റിംഗ് ഫെറ റൂൾസ് ആണെങ്കിൽ അവിടെ ഒരു ഡയറക്റ്റ് പണിഷ്മെന്റ്, നേരെ അവർക്ക് കുറ്റം ആരോപിക്കപ്പെട്ട ആള് കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ വേറെ നീട്ടിക്കൊണ്ടുപോകലൊന്നുമില്ല, അവിടെ തന്നെ ശിക്ഷയ്ക്ക് ഒരു സാധ്യതയുണ്ട്. മീൻസ് അവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫെമ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളാകെ മാറി. ഫോർ ദോസ് ഗിൽറ്റി ഓഫ് വയലേറ്റിംഗ് ഫെമ റൂൾസ് തെറ്റിക്കുന്ന ഒരാള്, അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സാധ്യതകളുള്ളത് ഇതൊക്കെയാണ്. അയാൾക്ക് ഫൈൻ അടച്ച് രക്ഷപ്പെടാം. എന്നാണോ കുറ്റം ആരോപിക്കപ്പെട്ടത് അന്ന് മുതലുള്ള ആ ഡേറ്റ് കണക്കാക്കി ഫൈൻ അടച്ച് രക്ഷപ്പെടാം. ഇനി അയാൾ ഫൈൻ അടയ്ക്കുന്നില്ലെങ്കിലോ 90 ദിവസത്തിനുള്ളിൽ അയാൾ ഫൈൻ അടച്ചില്ലെങ്കിൽ അയാൾ ജയിലിലിടും. അത്രേ ഉള്ളൂ. 90 ദിവസത്തിനുള്ളിൽ ഈ ഫെമ കുറ്റം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 90 ദിവസത്തിനുള്ളിൽ ഫൈൻ അടയ്ക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. സോ അവിടെയും വെള്ളം ചേർക്കപ്പെട്ടു. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഒരു വ്യക്തിക്ക് അയാളുടെ എക്സ്റ്റേണൽ ഓപ്പറേഷൻസിന് രാജ്യത്തിന് പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫെറ ആയിരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണമായിരുന്നു. പക്ഷെ അത് ഫെമ ആയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫെമ ആയ സമയത്ത് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് റെമിറ്റൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയർ അപ്രൂവൽ വേണ്ട എന്ന് വന്നു. പ്രോബബ്ലി ബിസിനസ് ഒക്കെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടോ രാജ്യത്ത് റിസർവ് ഫണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആകാം ഗവൺമെന്റുകൾ, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇത്തരത്തില് നിയമത്തെ കുറച്ച് ലഘൂകരിച്ചത്, റൂൾസ് ഒക്കെ കുറച്ച് ലഘൂകരിച്ചത്. പക്ഷെ അതിന്റെ എന്താ പറയുന്നത്, മരുന്ന് കഴിക്കുമ്പോൾ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് പോലെ അതിൻ്റെതായ ദൂഷ്യവശങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് നേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചു പോകാം. എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫങ്ഷൻസ്? അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് വയലേഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ഫെമ. ഈ ഫെമയുടെ വയലേഷൻസ് എവിടെങ്കിലും ഉണ്ടാകുന്നോ എന്ന് കണ്ടെത്തുക, അതിന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അതിന്റെ വയലേഷൻസ്, അതിന് കുറെ ക്ലോസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ ക്ലോസസ് ഒന്നും പറയുന്നില്ല. സോ അതിന് എവിടെയെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുപറ്റിയുള്ള കേസ് അന്വേഷണം, അതാണ് ഇവരുടെ ഫസ്റ്റ് ഫങ്ഷൻ. പിന്നെ മണി ലോണ്ടറിംഗ് ആക്ട് 2002 PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, അതിന്റെ ഒഫൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് അന്വേഷിക്കുക, അതാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ ഒരു ഫങ്ഷൻ. ഇനി മൂന്നാമത്തെ ഫങ്ഷൻ, നമ്മുടെ നാട്ടിൽ നിന്നിപ്പം വിജയ് മല്യ, നീരവ് മോദി, അതുപോലെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, കടമെടുക്കുക, നാട്ടിന് പുറത്തുപോയി മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട കേസുകൾ, കേസസ് ഓഫ് ഫ്യൂജിറ്റീവ്സ് ഫ്രം ഇന്ത്യ അണ്ടർ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 നിലവിൽ വന്ന ഒരു നിയമമാണത്, ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. അപ്പോൾ ഇങ്ങനെ രാജ്യത്തിന് പുറത്തുപോയി മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചവരെ അവരുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്താനും അതിന് നടത്തിപ്പ് ചുമതലയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോ നമ്മുടെ രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു ഈ സാമ്പത്തിക തിരിമറികൾ നടത്തിയാൽ, സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടുപോയാൽ അതിലും ബന്ധപ്പെടാനുള്ള ആ കേസുകളുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തെ സഹായിക്കുന്നതിനുള്ള ഒരു ക്ലോസ് കൂടി ഈ PMLA-യിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം കൊഫെപോസ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ്.
1974, അതൊരു പഴയ നിയമമാണ്. അതിന് കീഴിൽ വരുന്ന കേസുകളും അന്വേഷിക്കാൻ നമ്മുടെ EDക്ക് അവകാശമുണ്ട്. ഓക്കെ, അപ്പം പിന്നെ വേറൊരെണ്ണം ഏറ്റവും അവസാനത്തായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1973, 1973 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, അതായത് ഫെറ. അതിൻ പ്രകാരം ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള കേസുകളുടെയും തുടരന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ED ആണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അപ്പോൾ ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് നിസ്സാരക്കാരനല്ല, വളരെയധികം അധികാരങ്ങളുള്ള, വളരെ അധികം നിയമങ്ങളാൽ പരിരക്ഷിക്കപ്പെടുന്ന, രാജ്യത്തെ സാമ്പത്തിക ക്രമക്കേടുകളും രാജ്യത്തിനുള്ളിലുള്ള സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസും നിയമപ്രകാരം തടയുവാൻ കഴിയുന്ന, വളരെ നിയമ സാധുതയുള്ള രാജ്യത്തെ ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED. അതുകൊണ്ട് ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓർക്കുക, ഇത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ചുമതലയുള്ള ഒരു ഏജൻസിയാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുക. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറക്കാതെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ ഒട്ടും താമസം കൂടാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.